JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതിൽ തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളൂ. ദേവസ്വം ബോർഡ് LD ക്ലർക്കിൻ്റെ വിശദമായിട്ടുള്ള സിലബസ് എന്താണെന്ന് പല ഉദ്യോഗാർത്ഥികളും ചോദിച്ചു. അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള സിലബസും അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും നമുക്ക് ആദ്യം നോക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ സ്കെയിൽ ഓഫ് പേ, അതുപോലെ തന്നെ അതിൻ്റെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് എങ്ങനെയാണ് വന്നിട്ടുള്ളത്, അതുപോലെ തന്നെ എൻ്റെ ഏത് റാങ്ക് ഫയലാണ് റാങ്ക് ഫയൽ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്, റാങ്ക് ഫയൽ എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്, അതിനകത്ത് ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. നമുക്ക് വിശദമായിട്ട് സിലബസും അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും നോക്കാം. ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ് ആദ്യമായിട്ട്. അതിൽ നിന്ന് 35 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷ് ഭാഗത്തു നിന്ന് 10 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അടുത്തത് മലയാളത്തിൽ നിന്ന് 10 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അടുത്ത കണക്കിൽ നിന്നും 10 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അടുത്ത ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ ഭാഗത്തു നിന്ന് ഒരു 10 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കമ്പ്യൂട്ടറിൽ നിന്നൊരു 15 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. പിന്നെ സ്പെഷ്യൽ ടോപ്പിക്സ് ടെമ്പിൾ അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട 10 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവും. അങ്ങനെ 100 മാർക്കാണ് മൊത്തം പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളത്. ഇത്രയും ടോപ്പിക്കാണ് പ്രധാനമായിട്ടും വരുന്നത്. അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനുമാണ് നമ്മൾ കണ്ടത്. ഇനി ഇതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയലിനകത്ത് എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നോക്കാം. റാങ്ക് ഫയൽ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും പുതിയ സിലബസും അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും ആദ്യം കൊടുത്തിട്ടുള്ള പോലെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ടെമ്പിൾ അഫയേഴ്സ്, സ്പെഷ്യൽ ടോപ്പിക്സ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും, അതുപോലെ തന്നെ പ്രീവിയസ് ചോദ്യങ്ങളും ഉത്തരങ്ങളും, ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 2024-25 വർഷത്തെ കറണ്ട് അഫയേഴ്സ് ഫുള്ള് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. 108/2024 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ ഭാഗത്തു നിന്നുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ടോപ്പിക്കുകളും മുഴുവൻ കവർ ചെയ്താണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിരിക്കുന്നത്. കൂടാതെ പ്രീവിയസ് ചോദ്യങ്ങളുണ്ട്, ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളുണ്ട്, എക്സ്പെക്റ്റഡ് ചോദ്യങ്ങളുണ്ട്, എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. കൂടാതെ ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എങ്ങനെയാണ് വരുന്നത്? 26,500, 60,700 ആണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. നമ്പർ ഓഫ് വേക്കൻസീസ് നിലവിൽ 36 ഒഴിവുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് 63 മാർക്കാണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പഠന നിലവാരം കൃത്യമായിട്ട് അറിയുന്നതിന് വേണ്ടി കട്ട് ഓഫ് മാർക്ക് വളരെയധികം പ്രയോജനപ്രദമാണ്. അപ്പോൾ കട്ട് ഓഫ് മാർക്ക് 63 ആണ് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥിയും പഠിക്കാൻ ആരംഭിക്കേണ്ട സമയമായി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ വർഷം തന്നെ പരീക്ഷ ഉണ്ടാവും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർക്ക് വളരെ കുറച്ച് സമയം മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥി ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.